ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 2 ക്ലാസ്സസിൽ നമ്മൾ ടൈം റെസ്പോൺസ് അനാലിസിസിന്റെ കുറെ തിയറി പാർട്സ് ഒക്കെ കണ്ടു. ഫസ്റ്റ് ഓർഡർ സിസ്റ്റം കണ്ടു, സെക്കൻഡ് ഓർഡർ സിസ്റ്റം കണ്ടു, അതിന്റെ കുറച്ച് ഇക്വേഷൻസും ഡെറിവേഷൻസ് ഒക്കെ കണ്ടു. ഓക്കെ, അപ്പോൾ ഒരാൾ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലാപ്ലേസ് ഇൻവേഴ്സ് എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമില്ല. ഓക്കെ, ഞാൻ അതിന്റെ ടെക്സ്റ്റിൽ അത് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ടെക്സ്റ്റ് നിങ്ങൾക്ക് ആ ടെക്സ്റ്റിലെ ആ പർട്ടിക്കുലർ ഭാഗം ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ആരാണ് ഡൗട്ട് ചോദിച്ചതെന്ന് അറിയില്ല. ഓക്കെ, ഞാനത് ആ നമ്പറിലേക്ക് ഞാൻ റിപ്ലൈ അയച്ചേക്കാം. ഓക്കെ, പിന്നെ ഇഫ് റിക്വയർഡ് നമുക്ക് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് കൺട്രോൾ സിസ്റ്റത്തിന്റെ എൻഡിൽ വേണമെങ്കിൽ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. അല്ലെങ്കിൽ വെറുതെ കുറെ ടൈം പോകത്തേ ഉള്ളൂ. നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അതിന്റെ ആവശ്യമില്ല. ഓക്കെ ഓക്കെ, സോ ടുഡേ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ പ്രോബ്ലംസ് ഫ്രം ടൈം റെസ്പോൺസ് അനാലിസിസ്. അപ്പം ടൈം റെസ്പോൺസിന്റെ നമ്മുടെ 3rd സെഷൻ ആണ്. ഓക്കെ, സോറി, ഞാൻ ഡേറ്റ് മാറ്റിയിട്ടില്ല, 18th. ഓക്കെ, സോ 3rd സെഷൻ ആണ്. ഓക്കെ, ഇത് കുറച്ചൊരു ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ചോദിക്കാം. കുറച്ചൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്കൊരു സബ്ജക്ട്, നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ആവാനും ക്ലിയർ ആവാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എടുത്തത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഹലോ? ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇതിൽ നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ മൊഡ്യൂൾ വൈസ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്പർ 2 എന്ന് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു, ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ മിസ്സായി പോയെന്ന് വിചാരിക്കണ്ട. ഓക്കെ, സോ ദ ബ്ലോക്ക് ഡയഗ്രം ഓഫ് എ ഫീഡ്ബാക്ക് സിസ്റ്റം ഇസ് ഷോൺ. അപ്പൊ നമ്മുടെ ഒരു ബ്ലോക്ക് ഡയഗ്രം തന്നിട്ടുണ്ട്. ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, നമ്മുടെ ജി ഓഫ് എസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്ന് കണ്ടുപിടിച്ചേ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇതിപ്പോ എ ബി സി എന്ന് പറഞ്ഞ ഒരിക്കലും നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് എക്സാമിന് ചോദിക്കില്ല, പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെ പോയാലും നിങ്ങൾ ഫസ്റ്റ് എന്താണ് അതിന്റെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒന്ന് കണ്ടുപിടിച്ചേ. കണ്ടുപിടിച്ചിട്ട് ആൻസർ ഒന്ന് പറയണേ. കാരണം നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് മുതലേ ഇതാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത്. എന്താണ് ജി ഓഫ് എസ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. എച്ച് ഓഫ് എസ് ഇവിടെ 1 ആണ്, യൂണിറ്റി ഫീഡ്ബാക്ക് ആണ്. കിട്ടിയോ? ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അല്ലെങ്കിൽ നമ്മൾ അതിനെ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് എന്ന് വിളിക്കും, എങ്ങനെ വേണേ വിളിക്കാം. അതായത് നമ്മുടെ ജി ഓഫ് എസ് എന്ന് പറയുന്നത് ജി ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 3 ആണ്. സോ വാട്ട് ഈസ് ദ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ? അതെ, അപ്പൊ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് ജി ബൈ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് ജി. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, അതിപ്പോ കിട്ടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ, അത് സിമ്പിൾ സ്റ്റെപ്പ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടി. ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മൾ എ പാർട്ട് ആൻസർ ചെയ്തു. ഓക്കെ, എ പാർട്ട് അങ്ങനെ ചോദിക്കാറില്ല, ചോദിക്കാൻ സിമ്പിൾ അല്ലേ. ബി പാർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു. ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് ജി ഫോർ വിച്ച് ദ സ്റ്റെപ്പ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം വുഡ് എക്സിബിറ്റ് ആൻഡ് ഓവർഷൂട്ട്. അപ്പൊ നമ്മൾ പഠിച്ചു, എന്താണ് മറ്റേ ഒരു സ്റ്റഡി സ്റ്റേറ്റും ട്രാൻസിയന്റ് അനാലിസിസ് നമ്മൾ പഠിച്ചു. ആദ്യം ട്രാൻസിയന്റ് സ്റ്റേറ്റിലായിരിക്കും, ഇങ്ങനെ പിന്നെ പതുക്കെ പോയി ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പോയി അത് സെറ്റിൽ ചെയ്ത് നമ്മൾ പഠിച്ചു. നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് ജി ഫോർ വിച്ച് ദ സ്റ്റെപ്പ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം വുഡ് എക്സിബിറ്റ് ആൻഡ് ഓവർഷൂട്ട് ആസ് ഷോൺ ഇൻ ഫിഗർ 2. അപ്പൊ നമുക്ക് എപ്സിലോൺ 0.6 എന്ന് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, അപ്പൊ എപ്സിലോൺ ഒക്കെ തന്നിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യും? നിങ്ങൾ അതായത് ഇപ്പൊ ഒരു ടൈം റെസ്പോൺസ് അനാലിസിസിൽ നമ്മുടെ കയ്യിൽ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യും? എന്തായിരിക്കും നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഡിനോമിനേറ്റർ എന്താണ് നമുക്ക് തരുന്നത്? ഓക്കെ, അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുത്ത് എഴുതി കഴിഞ്ഞാൽ എപ്സിലോണും ഒമേഗ എൻ ഒക്കെ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിച്ചേ. ഒമേഗ എന്നും എപ്സിലോൺ ഒക്കെ കണ്ടുപിടിച്ചേ.
ഓക്കെ, എപ്സിലോൺ തന്നിട്ടുണ്ട്, എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒമേഗ എൻ കണ്ടുപിടിക്കൂ. അപ്പം ഒമേഗ എൻ സ്ക്വയർ എന്നുള്ളത് ഈക്വൽ ടു ജി ആവും. 2 എപ്സിലോൺ ഇൻറ്റു ഒമേഗ എൻ എന്നുള്ളത് ഈക്വൽ ടു 3 ആകും. ഓക്കെ, അപ്പൊ എപ്സിലോണിന്റെ വാല്യൂ 0.6 നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ജി കണ്ടുപിടിക്കാം. ജി കിട്ടിയോ? .625 അല്ലല്ലോ, ഒരു പോയിന്റ് കൂടുതൽ വന്നല്ലോ. .625 ആണ് ജി. എഫ്സലോൺ ഞാൻ 0.6 എന്നല്ലേ പറഞ്ഞ? അതെ, 0.6 ആണ് എഫ്സലോൺ. 6.25 എല്ലാവർക്കും കിട്ടിയോ? ഇങ്ങനെയാണോ എല്ലാവരും അപ്രോച്ച് ചെയ്തത്? ഓക്കെ, ഗുഡ്. അപ്പൊ ഇനി തേർഡ് എന്താ പറയുന്നത് നോക്കാം. പിന്നെ പറയുന്നു 4g ഈക്വൽ ടു, അപ്പൊ നമുക്ക് മിനിമം വാല്യൂ എന്താണ് കിട്ടിയത്? 6.25 എന്ന് കിട്ടി. പിന്നെ പറയുന്നത് 4g ഈക്വൽ ടു ട്വൈസ് ദ മിനിമം വാല്യൂ, ഫൈൻഡ് ദ ടൈം പീരീഡ്. 4t is equal to twice the minimum value, find the time period t എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം മെൻഷൻ ചെയ്യാതെ ഇക്വേഷൻ യൂസ് ചെയ്യണം. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഒമേഗ ഡി വരെ കണ്ടുപിടിക്കൂ. ഒമേഗ ഡി വരെ കണ്ടുപിടിച്ചതിന് ശേഷം ബാക്കി ഞാൻ പറയാം. അപ്പൊ എന്താണ് പറഞ്ഞേക്കുന്നത്? ജി എന്നുള്ളത് 2g ആയെന്നാണ് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ആലോചിക്കണം. ബാക്കി ഇങ്ങനെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലെന്ന് വരും ചിലപ്പോൾ. ഇപ്പൊ കൺട്രോൾ സിസ്റ്റത്തിൽ ഇത് പാടായിട്ട് ചോദിക്കാൻ തീരുമാനിച്ചാൽ ഡയറക്റ്റ് എന്താണ് 2 എപ്സിലോൺ ഒമേഗ n is equal to 0.3 എന്നൊക്കെ എഴുതി ഒമേഗ n കണ്ടുപിടിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലെന്ന് വരും. ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് വളച്ച് ചോദിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π ഒമേഗ ഡി ആണ്. അത് നമുക്ക് ഓക്കെ, ആദ്യം ഒമേഗ ഡി കണ്ടുപിടിക്കും. ഒമേഗ ഡി കണ്ടുപിടിക്കാൻ വരെ ഉള്ളത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ കോൺസെപ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തു. പറഞ്ഞോ. തേർഡ് എന്താണ്? 4g equal to twice the minimum value, find the time period t. അതായത് മിനിമം വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ ഓപ്ഷൻ ബിയിൽ കണ്ടുപിടിച്ചു. അത് ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിന്റെ മിനിമം വാല്യൂ ആണ്. വാല്യൂ ഓഫ് ജി ഫോർ വിച്ച് മിനിമം വാല്യൂ കിട്ടുന്നതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മൾ സിയിൽ ചോദിക്കുന്നത് if g is becoming twice the minimum value, find the time period t. ഓക്കെ, ഞാൻ പറയട്ടെ. ആൻസർ ഞാൻ പറയട്ടെ, അതോ നിങ്ങൾക്ക് കിട്ടുമോ? അല്ല, എഫ്സലോൺ എന്നുള്ളത് നിങ്ങൾ 0.6 അല്ല എടുക്കേണ്ടത്. ഇവിടെ ഒമേഗ എൻ നമുക്കറിയാം, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്കറിയാം, ഒമേഗ എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ ജി എന്നുള്ളത് 2g ആണ്. സോ 2g എന്ന് പറഞ്ഞാൽ എന്താണ്? 2 into 6.25. അപ്പം നമ്മുടെ ശരിക്കും നമ്മുടെ ഒമേഗ എൻ എന്തായി? √12.5 ആയി ഒമേഗ എൻ, ഇല്ലേ? ഒമേഗ എൻ എന്നുള്ളത് √g ആയിരുന്നു. പക്ഷെ നമ്മുടെ പർട്ടിക്കുലർ ഈ കേസിൽ ജി എന്ന് പറയുന്നത് 2g ആണ്.
സോ ഒമേഗ എൻ റൂട്ട് ഓഫ് 12.5. സംശയം ഉണ്ടോ? നേരത്തെ ഒമേഗ എൻ റൂട്ട് ഓഫ് എന്തായിരുന്നു? നേരത്തെ ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് ജി ആയിരുന്നു. അപ്പൊ ആ കേസിൽ ജി എന്ന് പറയുന്നത് നമുക്ക് 6.25 എന്നാണ് കിട്ടിയത്. പക്ഷേ നെക്സ്റ്റ് കേസിൽ ജി എന്ന് പറയുന്നത് 2G ആക്കാനാണ് പറയുന്നത്. കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ പറയുന്ന ഗിവൺ ഡാറ്റ എന്ന് പറയുന്നത് ജി എന്ന് പറയുന്നത് 2G ആണെന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? അപ്പം ഒമേഗ എൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 12.5 ആണ്. മനസ്സിലായോ? 3.53 കിട്ടി. ആ ഒമേഗ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എപ്സിലോൺ കണ്ടുപിടിക്കണം. മറ്റേ 6.25 എന്ന് പറയുന്നത് എപ്സിലോൺ ഈക്വൽ 0.6ന്റെ വാല്യൂ ആണ്. അപ്പം 3/2 ഇൻറ്റു ഒമേഗ എൻ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് എപ്സിലോൺ കണ്ടുപിടിക്കണം. മനസ്സിലായോ? എപ്സിലോൺ ഒമേഗന്റെ വാല്യൂ മാറുമ്പോൾ എപ്സിലോണിന്റെ വാല്യൂ മാറും. നമ്മൾ ആദ്യം ഒമേഗ ജി എന്നുള്ളത് 6.25 എങ്ങനെ കിട്ടിയത്? എപ്സിലോൺ ഈക്വൽ ടു 0.6 എന്നുള്ളപ്പോൾ കൊടുത്തപ്പോഴാണ് കിട്ടിയത്. അപ്പം നമ്മുടെ ജി എന്നുള്ളത് അല്ലെങ്കിൽ ഒമേഗ എൻ എന്നുള്ളത് വാല്യൂ മാറിയപ്പോൾ ഒബ്വിയസ്ലി ആ എപ്സിലോണിന്റെ വാല്യൂ മാറില്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ എപ്സിലോൺ എന്ന് പറയുന്നത് വേറെ വാല്യൂ കണ്ടുപിടിക്കണം. എപ്സിലോൺ എത്രയാണ് കിട്ടിയത്? 0.424. അപ്പൊ ഇനി ഒമേഗ ഡി കണ്ടുപിടിക്കുക. ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ. സീറ്റ എപ്സിലോൺ എങ്ങനെ വേണേ വായിക്കാം. ഓക്കെ, എപ്സിലോൺ മീൻസ് സംതിങ്, അതല്ലേ, അത് പെർമിറ്റിവിറ്റി അല്ലേ. ഓക്കെ, ഇത് സീറ്റ എന്ന് വെച്ചാൽ മതി. ഒമേഗ ഡി ഈക്വൽ ഒമേഗ എൻ ഇൻ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ. 3.19. ഓക്കെ, ഇനി നമുക്ക് ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ഫ്രീക്വൻസി നമ്മൾ പറയാറുണ്ട്, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ടൈം പീരീഡ്, അല്ലേ? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ടൈം പീരീഡ് ആണെന്നുള്ളതിൽ സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ പോയോ? അതെ, അപ്പം ഫ്രീക്വൻസി എന്താണ്? ഒരു സൈക്കിള് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്ന് ഫിനിഷ് ചെയ്ത് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, അല്ലേ? ഹൗ ഫ്രീക്വന്റ് ദ സെയിം സൈക്കിൾ ഈസ് റിപ്പീറ്റിംഗ്. അപ്പം ഈ ഒരു സൈക്കിള് ഇവിടുന്ന് 0, ഇവിടെ 0 ആയിരുന്നു, ഇങ്ങനെ വന്ന് 0, അപ്പൊ അടുത്ത പോസിറ്റീവ് സൈക്കിൾ ഇവിടെയാ വരുന്നത്. സോ ഇതിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഓക്കെ ആണോ? മനസ്സിലായോ? ടൈം പീരീഡ് ഇത്രയാണെന്നുള്ളത് സംശയം ഉണ്ടോ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് ടൈം പീരീഡ് ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്. അപ്പം പിന്നെ നമ്മൾ ഈ 2π/ω_t എന്ന് പറയുന്നത് രണ്ട് പീക്ക് തമ്മിലുള്ളത് 2π/ω_t എന്നൊക്കെയാണ്. അത് ചെറിയ ഡെറിവേഷൻ ഉണ്ട്, അപ്പൊ നിങ്ങൾ അതൊന്നും നോക്കണ്ട. അപ്പൊ നിങ്ങൾ ഓർക്കാൻ വേണ്ടിയാണ് പറയുന്നത് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് 2π, ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π/ω_d ആയിരിക്കും. ഓക്കെ, ടൈം പീരീഡിന്റെ ഇക്വേഷൻ നോട്ട് ചെയ്ത് ഒരു ബോക്സിൽ ഇട്ടോളൂ. ടൈം പീരീഡ് വിൽ ബി 2π/ω_d. അപ്പൊ ടൈം പീരീഡ് എത്ര കിട്ടും? അപ്പൊ നിങ്ങൾ 2 × π എന്നുള്ളത് 3.14 ഒക്കെ ഇട്ട് ചെയ്തോളൂ. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒബ്ജക്റ്റീവ് എക്സാമിന്. ആൻസർ കിട്ടിയോ ടൈം പീരീഡിന്റെ? ഓക്കെ, 1.96. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്തൊക്കെ വെച്ചോളൂ. യു വിൽ ഗെറ്റ് ദിസ് ക്വസ്റ്റ്യൻ. കേരള ബേസിക് അവരൊരു 10-20 ക്വസ്റ്റ്യൻ ഒക്കെ ഈ ഒരു ലെവലിലൊക്കെ അവർ ചോദിക്കാറുണ്ട്. അപ്പം അതിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വരാം. ഓക്കെ, 100 ക്വസ്റ്റ്യനും എളുപ്പമായിട്ട് ചോദിക്കില്ല. ഓക്കെ,
അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഓക്കെ, ഞാൻ ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ 0.96. ഓക്കെ, ഇതിന്റെ ഉത്തരം പറഞ്ഞേ. എ കൺട്രോൾ സിസ്റ്റം ഹാവിംഗ് യൂണിറ്റി ഡാമ്പിംഗ് ഫാക്ടർ വിൽ ഗിവ്. എന്താണ് ഉത്തരം? ക്രിട്ടിക്കലി ഡാംപ്ഡ്. അതായത് എപ്സിലോൺ വിൽ ബി ഈക്വൽ ടു, അതെ അതെ, ഇതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, ക്രിട്ടിക്കലി ഡാംപ്ഡ്. ഞാൻ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാനിപ്പോ ടിക്ക് ഇട്ടത് കാണാമല്ലോ അല്ലെ? ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ കണ്ടു. അപ്പൊ അതാണ് എൻ്റെ ഉത്തരം. ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഓക്കെ ഫൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 4 നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കാരണം ഞാൻ അതിൻ്റെ ഒരു ഡയറക്റ്റ് കോൺസെപ്റ്റ് പഠിപ്പിച്ചിട്ടില്ല. ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഒന്ന് ഓർമ്മിപ്പിക്കണേ, ചിലപ്പോൾ ഞാൻ മറന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ, ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഓക്കെ അത് ഞാൻ ഒരെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? The open loop transfer function of a unity feedback control system is given by g of s is equal to k by s into s plus 1. If the gain k is increased to infinity, then the damping ratio will tend to become. Okay, damping ratio value ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് damping ratio? എന്താണ് അതിന്റെ? ഒമേഗ n ആണോ സീറ്റ ആണോ? What is damping ratio? സീറ്റ. സീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ ക്ലോസ് ലൂപ്പ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, ചെയ്തേ. ക്ലോസ് ലൂപ്പിന്റെ ആൻസർ ഇത് തന്നെ കിട്ടുന്നുണ്ടോ നോക്കിക്കേ. സിമ്പിൾ സ്റ്റെപ്പ് തന്നെ. നിങ്ങളിത് വിട്ടു പോകരുത്, ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിക്കരുത്. ഓക്കെ, ഫസ്റ്റ് ക്ലോസ് ലൂപ്പ് കണ്ടുപിടിക്കുക. ക്ലോസ് ലൂപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനകത്തൊന്ന് ഒമേഗ n ഒക്കെ എടുത്ത് എഴുതി സീറ്റ കിട്ടുന്നുണ്ടോ നോക്കിയേ. ക്വസ്റ്റ്യനിൽ ഒരു ക്ലൂ ഉണ്ട്, അത് യൂസ് ചെയ്താലേ സീറ്റ കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ ചെയ്യൂ, സീറ്റയുടെ വാല്യൂ കിട്ടുന്ന നോക്കൂ. അത് കഴിഞ്ഞ് ഞാൻ സ്ലൈഡ് മാറ്റാം. എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന അതേ പേസിൽ നിങ്ങൾ എത്രയാണ്, നിങ്ങൾ എല്ലാവർക്കും ചെയ്യണമെന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഡൗട്ട് ഉള്ളവർ അപ്പൊ തന്നെ ചോദിക്കുക. അപ്പോൾ ഒരാൾ കിട്ടിയെന്ന് പറഞ്ഞാലും ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. കിട്ടിയോ സീറ്റ വാല്യൂ? അതെ. എങ്ങനെയാണ് 0 കിട്ടിയത്? k ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുത്തപ്പോൾ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, ഗുഡ്. ഇനി നമുക്ക് ഓക്കെ അതിന്റെ ആൻസറും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആൻസർ നോക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The system shown in figure has second order response. Second order ആണെന്ന് പറഞ്ഞു, with a damping ratio of 0.6 and frequency of damped oscillation. അപ്പോൾ frequency of damped oscillation ഏതാണ്? ഒമേഗ n ആണോ ഒമേഗ d ആണോ? ഒമേഗ d. ഒമേഗ n എന്താണ്? അൺഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ ഓക്കെ,
അപ്പൊ നമുക്ക് വാല്യൂ ഓഫ് K1 ഉം K2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആസ് യൂഷ്വൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ക്യാരക്ടറിസ്റ്റിക് അപ്പൊ നമ്മൾ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ C(s) by R(s) അല്ലെങ്കിൽ G(s) by 1 plus G(s) into H(s) ആണല്ലോ. അപ്പോൾ 1 plus G(s) into H(s) അപ്പൊ നമുക്കറിയാം ക്യാരക്ടറിസ്റ്റിക് ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടാവും, അതിനൊരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ടാവും അല്ലേ. അപ്പം ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇനി ചാടിക്കറി കണ്ടുപിടിക്കാതെ ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 1 plus G(s) into H(s) is equal to 0. അതായത് 1 plus K1 by S into S plus 1 into K2 S is equal to 0 എന്ന് എഴുതി ഡയറക്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ചൂടെ? ഇത് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി കണ്ടുപിടിക്കൂ. ഒമേഗ ഡി ഈസ് ഈക്വൽ ടു എന്താണ് ഈ ഒരു ഇക്വേഷൻ വരെ നിങ്ങൾ ഈ ഒരു ഞാൻ ഈ ചെയ്തിരിക്കുന്ന വരെ എത്തുന്നുണ്ടോ നോക്കൂ. K1 K2 തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ. സീറ്റ തന്നിട്ടുണ്ട്, ഒമേഗ ഡി തന്നിട്ടുണ്ട്. ഒന്നുമില്ല, ഡയറക്റ്റ് സോൾവ് ചെയ്യാവുന്നതാണ്. അത്ര ട്വിസ്റ്റിംഗ് ആയിട്ടൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. ഒമേഗ n സ്ക്വയർ എന്ന് പറയുന്നത് K1 ആയിട്ട് കിട്ടും. അപ്പം K1 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഒമേഗ n ആയിരിക്കും. അപ്പോൾ ഒമേഗ ഡി സിക്കൽ ഒമേഗ n റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയറിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒമേഗ n കണ്ടുപിടിക്കുക, അതിന്റെ റൂട്ട് എടുക്കുക, K1 കിട്ടും. 2 സീറ്റ ഒമേഗ n ഈസിക്കൽ 1 പ്ലസ് K2 എന്ന് ഇട്ട് കഴിഞ്ഞാൽ K2 കിട്ടും. കിട്ടിയോ K1 K2? അതെ അതെ, അല്ല K1 164 അല്ല, K1 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ഇതാണ് ഒമേഗ n സ്ക്വയർ അല്ലേ, ഒമേഗ n അല്ലേ 156.21 എന്ന് കിട്ടിയത്. ഓക്കെ K1 ഓക്കെ K1 150 അതെ K1 156 ആണ് അതെ. പക്ഷെ നമ്മൾ അതിന്റെ റൂട്ട് എടുത്തിട്ട് വേണം ഒമേഗ n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അല്ലേ, K2 കണ്ടുപിടിക്കുമ്പോൾ അല്ലേ. കിട്ടിയില്ല ആൻസർ? അതെ, വേറെ കിട്ടിയേ.
അല്ലേ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ അടുത്ത സ്ലൈഡിലാണ്. If the system is distributed so that C of 0, initial condition 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, then find C of t for a unit step input. ഓക്കെ, അപ്പം നിങ്ങളുടെ എന്താണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ബുക്ക്ലെറ്റിൽ ടൈം റെസ്പോൺസിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഓക്കെ, ഒന്ന് ചെയ്തേ. C of t, ആദ്യം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുക. അപ്പൊ ഇത് ഓപ്പൺ ലൂപ്പ് ആണ്, ഇനി ക്ലോസ് ലൂപ്പ് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ഓപ്പൺ ലൂപ്പ് ആണ്. ഓക്കെ, ഞാൻ പറയുന്നില്ല ആരൊക്കെ എത്ര പേര് ചെയ്യുമെന്ന് നോക്കട്ടെ. C of t കിട്ടിയോ? by s plus 2. 2 by s plus 2 ഓ അങ്ങനെ ടി 2 by s of C of t ആണ്. It is not in terms of 2 by s plus 2 എന്തായാലും വരില്ല. അപ്പൊ s ഡൊമൈൻ ആണെങ്കിലും 2 by s plus 2 വരില്ല. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നിങ്ങളെ കുഴപ്പിക്കാൻ പറ്റും, മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, ഒന്നുകൂടെ ശ്രമിച്ചു നോക്ക്. ഇതിൽ R of s എന്ന് പറയുന്നത് 1 by s ആണ്. C of t 2t ആണോ? അതെ, C of t 2t plus 1 വേണം, ബിക്കോസ് ഇനിഷ്യൽ കണ്ടീഷൻ is 0. ഇനിഷ്യൽ കണ്ടീഷൻ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2t plus 1. ഓക്കെ, നോർമലി നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻ 0 എന്നാണ് എടുക്കുന്നത്. പക്ഷേ ഇൻ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ they have given initial condition as 1. ഓക്കെ അല്ലേ? 2t plus 1 കിട്ടിയ എല്ലാവർക്കും? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിച്ചു തരുമോ? ഓക്കെ, ക്ലോസ് ലൂപ്പ് എന്താ സാറേ? 2 by s ന്റെ കണ്ടുപിടിച്ചാൽ മതിയോ? അതെ അതെ, അതെ, ഇത് ഓപ്പൺ ലൂപ്പ് അല്ല. ഇത് if the system is distributed so that C of 0 is equal to 1, എന്തായാലും ക്ലോസ് ലൂപ്പ് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. അതെ അതെ അതെ, ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, നോട്ട് ക്ലോസ്ഡ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമോ? എല്ലാവർക്കും കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. എന്താണ് ഇനിഷ്യലി? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നോർമലി എപ്പോഴും നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒക്കെ എടുക്കുമ്പോൾ 0 ഇനിഷ്യൽ കണ്ടീഷൻ ആണ് എപ്പോഴും എടുക്കാറ്.
പക്ഷെ ഇൻ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഇനിഷ്യൽ കണ്ടീഷൻ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ടൈം ഡൊമൈനിൽ കണ്ടുപിടിച്ചപ്പോൾ നോർമലി നമ്മൾ t ഈക്വൽ ടു 0-യിൽ 0 എന്നാണ് എടുക്കാറ്. പക്ഷേ ഇവിടെ അവർ പറയുന്നു c of 0, അതായത് ടൈം 0-യിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 1 എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. അതുകൊണ്ട് അതും കൂടെ ആഡ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ ജനറേറ്ററിലൊക്കെ വരാറുള്ള പോലത്തെ റെസിജ്വൽ വോൾട്ടേജോ അങ്ങനെ എന്തെങ്കിലും DC മെഷീനിൽ വരാറുണ്ടല്ലോ. അപ്പം അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ റെസിജ്വൽ അതിലുണ്ടാവുമല്ലോ, മാഗ്നറ്റിസം, അങ്ങനെ എന്തെങ്കിലും ഫിനോമിന. പ്രാക്ടിക്കൽ എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇത് PSC ചോദിക്കാറില്ല, പക്ഷേ കേരള PSC ചോദിക്കാറില്ല. പക്ഷേ SSC JE അല്ലെങ്കിൽ IS എക്സാംസിനൊക്കെ, എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തത്. കേരള PSC ചോദിക്കില്ല. ഓക്കെ, പക്ഷേ ഒബ്ജക്റ്റീവ് എക്സാം IS അല്ലെങ്കിൽ SSC JEയുടെ ഒബ്ജക്റ്റീവ് എക്സാമിന് ഇത് ചോദിക്കും. ഓക്കെ, നിങ്ങളൊന്ന് ABCD ഇതിൽ ഏതാണ് ആൻസർ എന്നൊന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. നിങ്ങളുടെ ഒരു ഐഡിയ ഒന്ന് കേൾക്കട്ടെ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നേരത്തെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടോ? അസേർഷൻ ആൻഡ് റീസണിങ് ടൈപ്പ്. നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു, അതിനൊരു റീസണും അവരും തന്നെ പറയും. നമുക്ക് ചോദ്യവും ഉത്തരവും അവർ തന്നെ തരും. എന്നിട്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇത് തന്നെയാണോ, ഉത്തരത്തെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങളത് ആൻസർ ചെയ്യൂ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങളത് കണ്ടിട്ടില്ല, നിങ്ങൾ എക്സാമിന് ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു, വേണമെങ്കിൽ കേരള PSCക്കും ചോദിക്കാം, ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, പക്ഷെ ഇത് 1 മാർക്കിന് ചോദിക്കാവുന്ന ഒരു 1-1.5 മിനിറ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ ആൻസർ എഴുതാൻ പറ്റുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഓക്കെ, സോ നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കേ. A ആണോ സർ? A അല്ല, B ആണ്. ആൻസർ B ആണ്. ആൻസർ B ആണ്. ആർക്കെങ്കിലും പറയാമോ എന്തുകൊണ്ടാണ് ആൻസർ B ആയതെന്ന്? ഓക്കെ, നിങ്ങളെ ഞാൻ ഒരു കാര്യം പഠിപ്പിച്ചില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നത്. അതായത് ഓവർഷൂട്ടിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ പറഞ്ഞില്ലേ, ഇറ്റ് വിൽ ഹാവ് ആൻ ഓവർഷൂട്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇപ്പം റീസെന്റ് പാസ് ഔട്ട് ആർക്കൊക്കെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. ഓവർഷൂട്ടിന് ഒരു ഇക്വേഷൻ ഉണ്ട്, e⁻⁻⁴ (-θ²). കേട്ടിട്ടുണ്ടോ ആ ഇക്വേഷൻ? അപ്പോൾ ഓവർഷൂട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതിനെയാണ്, ω/n-നെയാണോ θ-യെയാണോ? θ. അപ്പം B അല്ലേ കറക്റ്റ്? Because R is not the correct explanation of A. It is having overshoot because of epsilon, not because of theta, not ω/n. മനസ്സിലായോ? ഓവർഷൂട്ട് ഉണ്ടാവാനുള്ള കാരണം θ-യാണ്. ഓവർഷൂട്ട് ഇസ് ഡിപ്പെൻഡിങ്, θ അല്ല, എപ്സിലോൺ എന്ന് പറഞ്ഞു മാറിപ്പോകുന്നു. ഓവർഷൂട്ട് ഉണ്ടാവാനുള്ള കാരണം θ-യാണ്, ω/n അല്ല. അപ്പം A എന്നുള്ളതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അതായത് അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഈ പറഞ്ഞിരിക്കുന്ന റീസൺ അല്ല, പക്ഷെ എയും ആറും കറക്റ്റ് സെന്റൻസ് തന്നെയാണ്. മനസ്സിലായോ? അത് ഞാൻ പറഞ്ഞുതരാം. ഈ കോൺസെപ്റ്റ് മനസ്സിലായോ? അടുത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓവർഷൂട്ട് ഇക്വേഷൻ ഇതാണ്, MT is equal to e⁻⁴ (1 So overshoot is depending upon theta and not ω/n. അതുകൊണ്ടാണ് A തെറ്റും B കറക്റ്റും ആയത്. സർ, അതില് എയിൽ നിന്ന് എങ്ങനെ ഓവർഷൂട്ട് ഉണ്ടായി എന്ന് മനസ്സിലായി. അത് വെച്ചിട്ട് അല്ല, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഓവർഷൂട്ട് ഉണ്ടെന്ന്.
ക്വസ്റ്റ്യൻ വായിക്കൂ, അസേർഷൻ വായിക്കൂ. ദ സ്റ്റെപ്പ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം ഹാവിംഗ് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ g of s, that transfer function will have an overshoot എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നിങ്ങൾ ശരിക്കും ഇതിന്റെ ഈ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ക്വസ്റ്റ്യന്റെ രീതി ക്വസ്റ്റ്യൻ കാണിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നു ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റം, ഈ ഒരു പർട്ടിക്കുലർ ട്രാൻസ്ഫർ ഫംഗ്ഷന് ഓവർഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നു. അപ്പൊ ഓവർഷൂട്ടിന്റെ റീസൺ ആയിട്ട് അവർ പറഞ്ഞേക്കുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി 12 ആയതുകൊണ്ടാണെന്ന്, ഒമേഗ n 12 റേഡിയൻ പെർ സെക്കൻഡ് ആയതുകൊണ്ടാണ് ഓവർഷൂട്ട് ഉണ്ടാകുന്നതെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമ്മൾ പറയണ്ടേ? അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ പ്രൂവ് ചെയ്യണ്ടേ അത് ട്രൂ ആണോ, ഓവർഷൂട്ട് ഉണ്ടോ ഇല്ലയോ? വേണ്ട, നമ്മൾ പ്രൂവ് ചെയ്യണ്ട. ഓവർഷൂട്ട് ഉണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ നമ്മളത് പ്രൂവ് ചെയ്യുന്നത്. ഒരു ഓപ്ഷനിൽ ഏസ് ഫോൾസ് ഉള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഓപ്ഷൻ അല്ല. ക്വസ്റ്റ്യനിൽ വിൽ ഹാവ് ആൻ ഓവർഷൂട്ട്. അപ്പൊ എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. അത് ഓക്കെ, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാല് ഓവർഷൂട്ട് ഉണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റെപ്പ് റെസ്പോൺസ്. അപ്പൊ നിങ്ങൾ ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ പറഞ്ഞേക്കുന്നുണ്ട്, ഇതിനെയാണ് ഓവർഷൂട്ട് എന്ന് പറയുന്നത്. അതായത് നോർമൽ ലെവലിൽ നിന്നുള്ളൊരു ഷൂട്ടിംഗ്, അതിനാണ് ഓവർഷൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓവർഷൂട്ട് ഉണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ ഇപ്പം ശരിക്കും ആ ഫോർമുല ഉപയോഗിക്കുമ്പോൾ ഒരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഓവർഷൂട്ട് ഉണ്ടെന്ന് പ്രൂവ്ഡ് ആയില്ലേ? ഇപ്പം m=0 കിട്ടിയാൽ ഓക്കെ, യു ക്യാൻ എയും ബിയും കറക്റ്റ് അല്ല, യു ക്യാൻ ഗോ ഫോർ ഓപ്ഷൻ ഡി അല്ലേ? വെരിഫൈ ചെയ്യണ്ടേ ഓവർഷൂട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. ഓക്കെ, വെരിഫൈ ചെയ്തില്ലേ ഇവിടെ? ഇതാണ് അതിന്റെ വെരിഫിക്കേഷൻ. ഓവർഷൂട്ട് ഉണ്ടല്ലോ 0.16. ഓക്കെ, അതെ, അത് വെരിഫൈ ചെയ്യണം. ഓക്കെ, ഗുഡ്. അപ്പം 0.16. സോ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ഡിയും പോയി കിട്ടി, ഓപ്ഷൻ എയും പോയി കിട്ടി. ഓക്കെ, അതായത് ഇതൊക്കെ നിങ്ങൾ നോർമലി ചെയ്യും, പക്ഷെ എയും ബിയും തമ്മിലാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ ഓവർഷൂട്ട് ഉണ്ടാവാനുള്ളതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്? നാച്ചുറൽ ഫ്രീക്വൻസി 12 റേഡിയൻ പെർ സെക്കൻഡ് ആവുക എന്നുള്ളതല്ല, അല്ലേ? എപ്സിലോണിന്റെ വാല്യൂ 0.5. അപ്പൊ എപ്സിലോൺ 0.5 വന്ന ഏത് കേസിലാണ്, ഏത് ഡാമ്പിങ്ങിലാണ് എപ്സിലോൺ 0.5 വരുന്നത്? ഓക്കെ, അപ്പൊ ഇവിടെ ഓവർഷൂട്ട് ഉണ്ടാവാനുള്ള കാരണം മൊത്തത്തിൽ പറഞ്ഞാൽ എന്താണ്? സിസ്റ്റം അണ്ടർ ഡാംഡ് ആയതുകൊണ്ടാണ്. ആദ്യം ഒരു ട്രാൻസിയന്റ് കയറി വന്നു, പിന്നെ അത് സെറ്റിലായി. അണ്ടർ ഡാമിന്റെ വേവ് ഫോം ഓർമ്മയുണ്ടോ? അണ്ടർ ഡാംഡ് എങ്ങനെയാണ് നിങ്ങൾ വരച്ചത്? അണ്ടർ ഡാംഡിന്റെ ഇങ്ങനെയല്ലേ വരച്ചേ? ഈ PPT-യിൽ ഇല്ല, നിങ്ങൾ നോട്ട് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ മറിച്ച് നോക്കൂ. എപ്സിലോൺ <1 എങ്ങനെയാണ് ഗ്രാഫ് വന്നത്? ഔട്ട്പുട്ട് അപ്പൊ അതിന് ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ, ഓവർഷൂട്ട്. ഓക്കെ, അപ്പൊ അവിടെ ഞാൻ ഇക്വേഷൻ കൂടെ പറയേണ്ടതായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞു. സെയിം എഫക്ട്. ഓക്കെ, അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? എപ്സിലോണിനെയാണ്. അതുകൊണ്ടാണ് എ തെറ്റും ബി കറക്റ്റുമായത്. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇങ്ങനെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവാം, നേരത്തെ കണ്ടുള്ളവർക്ക് ഡൗട്ട് ഉണ്ടാവില്ല. അസേർഷൻ റീസണിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആയോ? കാരണം നിങ്ങൾ നോക്കുമ്പോൾ എയും ബിയും കറക്റ്റാ, അപ്പൊ ചാടിക്കയറി അതങ്ങ് മാർക്ക് ചെയ്യരുത്. എ ഉണ്ടാവാനുള്ള കാരണം, അതായത് എ ഉണ്ടാവാനുള്ള കാരണം R ആണോ എന്നും കൂടെ നോക്കണം. അപ്പം ദാറ്റ് ചെക്സ് യുവർ കോൺസെപ്റ്റ്. ക്ലിയർ ആയോ? ഹലോ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലെ? പ്രീതിക്ക് ക്ലിയർ ആയോ? ഓവർഷൂട്ട് ഉണ്ടോ നോക്കണ്ട കുട്ടി ചോദിച്ചില്ലേ, ആൻസർ എന്തായിരുന്നു പറഞ്ഞേ? ഓവർഷൂട്ട് ഉണ്ടോ നോക്കണം.
ഈ mt is equal to e raised to minus theta by root of 1. ഇക്വേഷൻ വെച്ചിട്ട് നോക്കണം അല്ലേ? അതെ, ഇതിപ്പോ 0 കിട്ടിയാൽ ഓവർഷൂട്ട് ഇല്ല. ശരിക്കും ഞാൻ അങ്ങനെ നിങ്ങൾ നോക്കണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പിന്നെയും പറഞ്ഞത്. എപ്സിലോൺ ഈക്വൽ ടു 0.5 വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ആൻ അണ്ടർ ഡാംഡ് സിസ്റ്റം. അണ്ടർ ഡാം സിസ്റ്റത്തിൽ ഓവർഷൂട്ട് ഉണ്ടോ നിങ്ങൾക്ക് അറിയില്ലേ ഓൾറെഡി? ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്ത് പഠിച്ചില്ലേ? ഇങ്ങനെ വേണമെങ്കിലും നോക്കാം. ഇപ്പൊ ക്വസ്റ്റ്യനിൽ ഇപ്പം പറയുകയാണ് ഓവർഷൂട്ട് ഈസ് ഈക്വൽ ടു 0.6 എന്ന ഓപ്ഷനിലേക്ക് എവിടെയെങ്കിലും ഒക്കെ അവർ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് നോക്കുന്നതിൽ തെറ്റില്ല. അല്ലാതെ ഇപ്പൊ അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സിസ്റ്റം അണ്ടർ ഡാംഡ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ ആ ഇക്വേഷൻ ഓർമ്മയുണ്ടെങ്കിൽ ഓക്കെ ഡിപെൻഡിങ് അപ്പോൺ എപ്സിലോൺ, സോ ഇറ്റ് ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് എഴുതാം. മനസ്സിലായോ? ഓക്കെ ഫൈൻ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ കണ്ടുപിടിച്ചു. ഞാൻ വായിക്കുന്നില്ല. ഞാൻ വായിക്കുമ്പോൾ ഞാൻ ചിലയിടത്ത് പ്രസ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഒരു ക്ലൂ ആവുന്നു. ഒരു ക്ലൂവും കിട്ടാതെ ഇതൊന്നും ചെയ്യാൻ ശ്രമിച്ചേ. എക്സാമിന് എങ്ങൊന്നും ക്ലൂ കിട്ടില്ലല്ലോ. കുറച്ച് ബേസിക്സ് അറിയുന്ന ഒരാൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ. നെറ്റ്വർക്സിന്റെ കുറച്ച് ബേസിക്സ് എനിക്ക് തോന്നുന്നു സാറിന്റെ രണ്ടാമത്തെ ക്ലാസ്സിൽ ആ ബേസിക്സ് കവർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അറിഞ്ഞിരിക്കണം, കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് അറിഞ്ഞിരിക്കണം. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എപ്സിലോൺ ഈസ് ഈക്വൽ ടു r/2. അതെ. ഒമേഗ എത്രയാണ് കിട്ടിയത്? ഒമേഗ റൂട്ട് ഓഫ് 1/LC. 1/√LC. ഓക്കെ, റൂട്ട് ഓഫ് 1/√LC അല്ലേ? അതെ, റൂട്ട് ഓഫ് 1 എന്ന് പറയുന്നത് 1 തന്നെ മൊത്തത്തിലല്ലേ റൂട്ട്? മേളിലും താഴെ റൂട്ട് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അതെ. അപ്പം കിട്ടാത്തവർ ജസ്റ്റ് നോക്കിക്കോളൂ. അപ്പൊ ഇതാണ് ഒരു സീരീസ്. അപ്പൊ RLC സീരീസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഇത് നെറ്റ്വർക്കിന്റെ കോൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ലാപ്ലേസ് എടുക്കുമ്പോൾ L/S/I പ്ലസ് 1/CS/I. ഇത് അറിയുന്നവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കപ്പാസിറ്റൻസിനെ നമ്മൾ എപ്പോഴും 1/C ഒമേഗ എന്നും ഇൻഡക്ടറിനെ നമ്മൾ എപ്പോഴും L ഒമേഗ എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പം സ്റ്റഡീസിലൊക്കെ കുറച്ച് ഗ്യാപ്പ് ഒക്കെ വന്ന ആൾക്കാർക്ക് ചിലപ്പം ഫോളോ ചെയ്യാൻ, ഇപ്പം എനിക്ക് തോന്നുന്നു നേരത്തെ 2015 പാസ്സായവരുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യാൻ കുറച്ച് പാടുണ്ടാവും. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഈ ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ ഇല്ലേ, എപ്സിലോൺ ഈസ് ഈക്വൽ ടു r/2 റൂട്ട് ഓഫ് c/L, അതുപോലെ തന്നെ ഒമേഗ ഈസ് ഈക്വൽ ടു 1/√LC എന്നുള്ളത് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചോളൂ. കാരണം ഒരു RLC സർക്യൂട്ടിൽ സീരിയസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ. അപ്പം നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ചോദിക്കാം. അപ്പൊ ഇനി ചെയ്ത് മെനക്കെടാൻ നിൽക്കണ്ട. കാരണം ഞാൻ ഒരിക്കൽ ഒരു എക്സാം എഴുതിയപ്പോൾ ഇതിങ്ങനെ ചോദിച്ചു. അപ്പൊ നമ്മൾ ഡെറൈവ് ചെയ്തതിന് സമയം കളയണ്ട. ഓക്കെ, അപ്പൊ ആറിന്റെ വാല്യൂ ഇതാണ്, സിന്റെ വാല്യൂ ഇതാണെന്നൊക്കെ പറഞ്ഞായിരിക്കും നന്നായിരിക്കുന്നത്. അപ്പൊ എപ്സിലോൺ കണ്ടുപിടിക്കാന്നൊക്കെ ആയിരിക്കും അവർ പറയുന്നത്.
അപ്പൊ ഇനി ഡിറൈവ് ചെയ്യാൻ വലിയ ടൈം ഒന്നും വേണ്ട, എന്നിരുന്നാലും ഒന്ന് ഓർമ്മയിൽ വെക്കാൻ ശ്രമിച്ചോളൂ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും ഈ ആൻസർ കിട്ടിയോ? ആൻസർ പറഞ്ഞ ആള് ഡിനോമിനേറ്റർ അല്ലേ റൂട്ട് ഓഫ് എൽ ബൈ സി എന്ന് പറഞ്ഞത്, അപ്പൊ അത് മുകളിൽ പോകുമ്പോൾ റൂട്ട് ഓഫ് സി ബൈ എൽ ആവും അല്ലെ? ഡിനോമിനേറ്റർ അല്ലായിരുന്നു പറഞ്ഞേ റൂട്ട് ഓഫ് എൽ ബൈ സി? അതെ അല്ല, എഫ്സലോണിന്റെ വാല്യൂ പറഞ്ഞത് r/2 റൂട്ട് ഓഫ് എൽ ബൈ സി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എൽ ബൈ സി ഡിനോമിനേറ്റർ അല്ലേ പറഞ്ഞത്? അതെ സർ, r/2 ഇൻറ്റു റൂട്ട് ഓഫ് സി ബൈ എൽ ആണ് അല്ലാണ്ട് കിട്ടുക. ഓപ്ഷനിലുള്ള r/2 ഇൻറ്റു ഡിനോമിനേറ്ററിൽ അതെ 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 അതെ, അത് താഴെ കൊണ്ടുവരണം. അപ്പൊ പിന്നെയും നിങ്ങളുടെ കോൺസെപ്റ്റ്, നിങ്ങളുടെ ബേസിക് മാത്തമാറ്റിക്സിലുള്ള കോൺസെപ്റ്റും ടെസ്റ്റ് ചെയ്തു. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? ചിലരുടെ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. ഓക്കെ ഫൈൻ. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 ഒന്ന് ട്രൈ ചെയ്തേ. നോ ക്ലൂ ചെയ്യുക, ആൻസർ പറയാ. ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ ആയിക്കോട്ടെ. k = 2 അല്ലല്ലോ. ഈക്വൽ ടു 4 ആണ്. അതെ, k = 4. k = 2 കിട്ടിയ ആൾക്ക് എവിടെയാ തെറ്റിയേ? റൂട്ട് ഓഫ് k ആണ് 2 കിട്ടുക. ഓക്കെ, നിങ്ങളെ തെറ്റിക്കാനുള്ള ഓപ്ഷനൊക്കെ അവര് അതിലിട്ടിട്ടുണ്ട്, അപ്പം ശ്രദ്ധിച്ച് ചെയ്യണം. എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. ആൻസർ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്നൊന്നും പറയാത്തേ. ഹലോ, ഓക്കെ ഫൈൻ. ഓക്കെ ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യൂ. ഞാൻ പല ടൈപ്പിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തേക്കുന്നത്. ഇപ്പം സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുള്ളൂ. ഇപ്പം കുറച്ച് കട്ടി ക്വസ്റ്റ്യൻസ് 1-2 എണ്ണം നമ്മൾ ഇടയ്ക്ക് നോക്കി. വാട്ട് ഈസ് ഡാംഡ് നാച്ചുറൽ? അപ്പൊ ഇവിടെ എന്താണ് ചോദിച്ചേക്കുന്നത്? ഏത് വിച്ച് ഈസ് ദ ക്വാണ്ടിറ്റി ബീങ് ആസ്ക്ഡ് ഹിയർ? ഒമേഗ n ആണോ, ഒമേഗ d ആണോ, സീറ്റ ആണോ? ഒമേഗ d. അപ്പൊ അത് ഓർക്കണം കേട്ടോ. ഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒമേഗ d. അപ്പൊ ഒമേഗ d ഉണ്ടല്ലോ, അപ്പൊ ഡാംഡ് എന്ന് ഓർത്താൽ മതി. ഓക്കെ ഓക്കെ, കണ്ടുപിടിക്കും. ഇവിടെ എന്താണ് ഇൻപുട്ട്? ഇവിടെ ഇൻപുട്ട് പറഞ്ഞിട്ടുണ്ടോ ക്വസ്റ്റ്യനില്? ഇൻപുട്ട് ഈ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? അപ്പൊ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ റാമ്പ് എടുക്കുക. റാമ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒക്കെ എടുക്കുമ്പോൾ പുള്ളിക്കാരന്റെ ഉപദ്രവമൊന്നുമില്ല. ബിക്കോസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ പറഞ്ഞിട്ടില്ലെങ്കിൽ റാമ്പ് എടുക്കുക. ഓക്കെ,
ഇമ്പൾസ് അല്ലേ sir? സോറി ഇമ്പൾസ്. റാമ്പ് അല്ല, ഇമ്പൾസ്. ഡെൽറ്റ ഓഫ് ടി. ഇമ്പൾസ് എടുക്കുക. സോറി. ആൻസർ 8 ആണ്. ആൻസർ 8 ആണ്. എല്ലാവർക്കും കിട്ടിയോ? ഇതാണ് സ്റ്റെപ്പ്. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്യണം. എന്താണ് പോയിന്റ് വരുമ്പോൾ എളുപ്പത്തിൽ എന്തെങ്കിലും മാർഗം ഉണ്ടോ റൂട്ട് എടുക്കാൻ? പോയിന്റ് വരുന്ന മീൻസ് 0.36 റൂട്ട് എടുക്കാനാണോ? അല്ല, പോയിന്റ് 64 0.64 റൂട്ട് എന്ന് പറയുമ്പോൾ 64 റൂട്ട് എന്താണ്? 8. അപ്പൊ അതിന്റെ പോയിന്റ് മാറ്റി കൊടുത്താൽ പോരെ? 0.8 into 0.8 അല്ലേ 0.64. ഓക്കെ, കിട്ടിയാ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചെയ്യൂ. നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ആണ് കിട്ടുന്നത്. ഓക്കെ, ഇതൊന്ന് അപ്രോച്ച് ചെയ്തേ. കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒമേഗ എന്നും സീറ്റയും കണ്ടുപിടിച്ചു. ഡാമ്പിംഗ് റേഷ്യോ ആൻഡ് നാച്ചുറൽ ഫ്രീക്വൻസി. കിട്ടിയോ ആർക്കെങ്കിലും ആൻസർ? ക്വസ്റ്റ്യന്റെ ആ ഒരു സി ഓഫ് ടി ആണെന്ന് കണ്ട് നിങ്ങൾ പേടിക്കരുത്. ഓക്കെ, കിട്ടിയോ? ഒമേഗ n 4 ആണ്. അല്ലല്ലോ, ഒമേഗ n 4 എന്നൊരു ഓപ്ഷൻ ഇല്ലല്ലോ. ഉണ്ട് ഒമേഗ n, പക്ഷെ 4 അല്ല. ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ ബി ആണെന്നാണോ ചോദിക്കുന്നത്? 1.2. അതെ, ഒമേഗ n 2 എപ്സിലോൺ 0.5. ഒമേഗ n എങ്ങനെ 4 വരുന്നത്? s² + 2s + 4 എന്നല്ലേ വരുന്നത്. അപ്പൊ ഒമേഗ n² = 4, ഒമേഗ n = 2. നിങ്ങൾക്ക് എങ്ങനെ 4 കിട്ടിയേ? അപ്പൊ നിങ്ങൾക്ക് എന്താ 16 എന്നാണോ കിട്ടിയത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ 16 എന്നാണോ കിട്ടിയത്? സോറി സർ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതെ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തന്നോന്ന് മനസ്സിലായല്ലോ. ഞാനിട്ട ക്വസ്റ്റ്യൻ അല്ല. അപ്പൊ മനസ്സിലായല്ലോ, അറിയുന്ന ആളെയും തെറ്റിക്കാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. അപ്പം ബി കെയർഫുൾ.
കിട്ടിയോ എല്ലാവർക്കും ആൻസർ? ഓക്കെ, അപ്പം ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഒരു 4th ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലല്ലോ. ഓക്കെ, അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കൂ. അതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അപ്പം A1 A3 അങ്ങനെ ആൻസർ പറയണം. ഓക്കെ, ഞാൻ ഓപ്ഷൻ ഒന്നും എഴുതി വെച്ചിട്ടില്ല, നിങ്ങൾ എഴുതിയിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ ഐ വിൽ ടെൽ വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ കോൺസെപ്റ്റ് കുറെയൊക്കെ ക്ലിയർ ആവും. ഞാൻ പറയാത്തൊരു കോൺസെപ്റ്റ് ഉണ്ട് ഇതില്, ബട്ട് സ്റ്റിൽ നിങ്ങളൊന്ന് ചെയ്തോളൂ. 2 എണ്ണം കിട്ടിയാലും നിങ്ങൾക്ക് പറയാം. ഏതെങ്കിലും ഒരു ഫിഗർ നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. B3 പോകുന്നാണോ പറയുന്നത്? മാർജിനലി സ്റ്റേബിൾ ബി എന്ന് ഉദ്ദേശിക്കുന്ന ആൽഫബറ്റ്, അതായത് നിങ്ങളുടെ ഓക്കെ, ബി എന്ന് പറയുന്നത് സെക്കൻഡ് ലിസ്റ്റ് 1 സെക്കൻഡ് ഓപ്ഷൻ, ലിസ്റ്റ് 2 തേർഡ് ഓപ്ഷൻ ആയിട്ട് 2 റൂട്ട്സ് ഓൺ ദ ഇമാജിനറി ആക്സിസ്. മാർജിനലി സ്റ്റേബിൾ. B3, അതെ, B3 കറക്റ്റ് ആണ്. അതെ, ലിസ്റ്റ് 1 ഫസ്റ്റ് ഓപ്ഷനും 4th ഓപ്ഷനും തമ്മിൽ എന്താ ഡിഫറൻസ്? ലിസ്റ്റ് 1 ഫസ്റ്റ്, ഓക്കെ, ഇത് ചെറിയൊരു കർവ് ഉണ്ട് കേട്ടോ. ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ്. ദിസ് ഈസ് ഗോയിങ് ഇൻഫിനിറ്റി, ദിസ് ഈസ് ഹാവിംഗ് സ്ലോപ്പ് 1. ഇത് y = mx എന്നുള്ളത് ഫോളോ ചെയ്യുന്നു. mx സ്ലോപ്പ് 1 ആണ്. ഇതങ്ങ് ശൂന്യാകാശത്തേക്ക് പോവുകയാണ്. ഇതങ്ങ് അൺബൗണ്ട് ആയിട്ട് അങ്ങ് പോവുകയാണ്. A4 ലിസ്റ്റ് 1 A, ലിസ്റ്റ് 2 4 ആയിട്ട് A4, അതെ, കറക്റ്റ് ആണ്. ലിസ്റ്റ് 1 3ഉം ലിസ്റ്റ് 1 സിയും ലിസ്റ്റ് 2 2. ഓക്കെ, C2 അത് നമ്മൾ പഠിച്ചതാ അല്ലെ, C2. ഓക്കെ, അപ്പൊ D എന്ന് പറയുന്നത് 1. അപ്പൊ ഇത് മാച്ച് ചെയ്തത് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല, അത് ശരിക്കും നമ്മുടെ റൂത്ത് ഹോർവിറ്റ്സ് ക്രൈറ്റീരിയക്കകത്താണ് വരുന്നത്. അതായത് ഒരു സിസ്റ്റം, ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ, ഒരു സിസ്റ്റം ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ് എങ്കിൽ ആ സിസ്റ്റം എന്താണ് നമ്മൾ അതിനെ പറയുക? സ്റ്റേബിൾ ആണെന്ന് പറയോ, സ്റ്റേബിൾ അല്ലെന്ന് പറയോ? അൺസ്റ്റേബിൾ ആണെന്ന് പറയും. അപ്പം ഒരു പർട്ടിക്കുലർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സിസ്റ്റം അൺസ്റ്റേബിൾ ആണെങ്കിൽ അതിന്റെ റൂട്ട്സ് പോസിറ്റീവ് റിയൽ ആക്സിസിൽ ഉണ്ടാകും. അതാണ് റൂത്ത് ഹോർവിറ്റ്സ് ക്രൈറ്റീരിയയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് അതാണ് പഠിക്കുന്നത്. പക്ഷെ പല ടെക്സ്റ്റുകളിലും റൂത്ത് ഹോർവിറ്റ്സ് ക്രൈറ്റീരിയ കഴിഞ്ഞാണ് ടൈം റെസ്പോൺസ് അനാലിസിസ് വരുന്നത്. ഓക്കെ, പക്ഷെ ഞാൻ ഇത് എഴുതി വന്നപ്പോൾ മറ്റേത് ആദ്യമായി പോയി, അങ്ങനെ ആയി, അത് പ്രശ്നമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കയറി വന്നത്. ഓക്കെ, റൂത്ത് ഹോർവിറ്റ്സ് ക്രൈറ്റീരിയ സിമ്പിൾ. അപ്പൊ ആ ഒരു ക്രൈറ്റീരിയ വെച്ച് മാത്രമാണ് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിലുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടും കൂടെയാണ് ഞാൻ അത് എടുക്കാതിരുന്നത്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ വരുന്നത് അതിലേക്കാണ്. ഓക്കെ, അപ്പൊ ഒരു സിസ്റ്റം അൺസ്റ്റേബിൾ ആണെങ്കിൽ അതിന്റെ റൂട്ട് പോസിറ്റീവ് റിയൽ ആക്സിസിൽ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ കേസിൽ കുറെ പഠിച്ചപ്പോൾ ഒരു റൂട്ടും പോസിറ്റീവ് ആക്സിസിൽ പോയില്ലായിരുന്നല്ലോ. കഴിഞ്ഞ ക്ലാസ്സിലെ ഡാം ഡണ്ടാം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? അപ്പൊ ഏതെങ്കിലും റൂട്ട് പോസിറ്റീവ് എക്സ് ആക്സിസിൽ പോയിരുന്നോ? നെഗറ്റീവ് ആയി പോസിറ്റീവ് ആയി ഒന്നും പോസിറ്റീവ് എക്സിൽ പോയിരുന്നില്ലല്ലോ. എഴുതിയൊരു പേജ് മറിച്ച് നോക്ക്, പോയിരുന്നോ? ഓക്കെ, അതായത് നമ്മൾ പഠിച്ച എല്ലാം സ്റ്റേബിൾ സിസ്റ്റം ആയിരുന്നു. പക്ഷെ ഈ പർട്ടിക്കുലർ ഗ്രാഫ് ഞാൻ വരച്ചത് ചുറച്ച് ചരിച്ച് വരയ്ക്കേണ്ടതായിരുന്നു. ഇതങ്ങ് ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ അൺസ്റ്റേബിൾ ആണെങ്കിൽ 1 റൂട്ട് ഓൺ ദ പോസിറ്റീവ് റിയൽ ആക്സിസ് പഠിച്ചു വെച്ചോളൂ. ഈ ഒരു കോൺസെപ്റ്റ് റൂത്ത് ഹോർവിറ്റ്സ് ക്രൈറ്റീരിയയും ബാക്കിയൊക്കെ നമ്മൾ നോക്കാം. ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ഗ്രാഫ്. ഓക്കെ, അത് ക്ലിയർ ആയി. അപ്പം 1 A4 കൊണ്ടുവന്ന് മുട്ടിച്ചു. ഓക്കെ, B3 ആയതിൽ ഡൗട്ട് ഉണ്ടോ? B3 ആയതിൽ ഡൗട്ട് ഉണ്ടോ? ആരാണ് B3 എന്ന് പറഞ്ഞത്? ഫസ്റ്റ് ഉത്തരം എങ്ങനെയാണ് കിട്ടിയത് എന്ന് പറഞ്ഞേ.
അതില് അൺഡാംഡ് അല്ലേ സർ? അൺഡാംഡ് ആണ്. അൺഡാംഡ് ആകുമ്പോൾ 2 ഐഡന്റിക്കൽ റൂട്ട്സ് ഓൺ ദ നെഗറ്റീവ് റിയൽ ആക്സിസ് അല്ലേ? ഇമാജിനറി ആക്സിസ്. ഓക്കെ സോറി 2 റൂട്ട്സ് ഓൺ ദ ഇമാജിനറി ആക്സിസ് അല്ലേ? അപ്പം ഈ ഡാംഡും അൺഡാംഡും ഒന്നും നിങ്ങൾ ഇല്ലെങ്കിലും ഓപ്ഷൻ 3 ആണെന്ന് പറയാൻ പറ്റിയ എന്തെങ്കിലും ടെക്നിക്ക് കയ്യിലുണ്ടോ? മാർജിനലി സ്റ്റേബിൾ എന്നൊരു കണ്ടീഷൻ. ഓക്കെ, അത് നമ്മൾ പഠിച്ചില്ലല്ലോ. ആ ഒരു കണ്ടീഷൻ കൊണ്ടുവരണ്ടോ? അത് നമ്മൾ റൂത്ത് സ്റ്റേറ്റിൽ പഠിക്കാം. അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ബേസിക് കോൺസെപ്റ്റ്. ഈ ഗ്രാഫ് അല്ലെങ്കിൽ ഈ വേവ് എന്തിനെയാണ് കാണിക്കുന്നത്? അല്ല, ഇതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സി ഓഫ് ടി ഈസ് ഈക്വൽ ടു എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഒരു ക്ലൂടെ തരാം, എഴുതിയിട്ടില്ല. ഇത് 1 ആണ്, ഇത് 1 ആണ്. +1 -1. അപ്പൊ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സിഗ്നൽസ് അറിയാവുന്ന ഒരാൾക്കേ ഇത് എഴുതാൻ പറ്റുള്ളൂ. എന്നാലും അറിയാമോ? സൈൻ ടി യു ഓഫ് ടി എന്ന് എഴുതിക്കൂടെ ഇതിനെ? മാഗ്നിറ്റ്യൂഡ് 1 ആയ സൈൻ വേവ്, അതാണല്ലോ സൈൻ ടി യു ഓഫ് ടി, ആണോ? അപ്പം സൈൻ ടി യു ഓഫ് ടിയുടെ ലാപ്ലേസ് എന്താണ്? 1/s² + 1 ആണോ? 1/s × 1. സൈൻ ടിയുടെ ലാപ്ലേസ് എന്താണ്? 1/s² + 1 ആണോ? അതെ. അപ്പം ഡിനോമിനേറ്ററിൽ s² + വന്നു. അപ്പം s² = -1. അപ്പൊ s = +or -j. അപ്പൊ 2 റൂട്ട്സ് ഓൺ ദ ഇമാജിനറി ആക്സിസ് വന്നോ? അതെ, അങ്ങനെയും എഴുതാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞത് അൺഡാംഡ് വെച്ചും കറക്റ്റ് തന്നെ. ഓക്കെ, ഓപ്ഷൻ സി എങ്ങനെയാണ് നിങ്ങൾ എഴുതിയത്? ക്രിട്ടിക്കലി ഡാംഡ് ആണ്. അതുപോലെ തന്നെ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്, അതായത് സ്റ്റേബിൾ ആണ്. ഒരു സിസ്റ്റം സ്റ്റേബിൾ ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് റിയൽ ആക്സിസിൽ 2 റൂട്ട്സ് ഉണ്ടാവും, പോസിറ്റീവിലൊന്നും പോവില്ല. അങ്ങനെയും എഴുതാം അല്ലേ? അതായത് ഇതിങ്ങനെ വന്നങ്ങ് നിൽക്കുമല്ലേ, അപ്പം സ്റ്റേബിൾ ആണ് സിസ്റ്റം അല്ലേ? ഇതിനെ നമ്മൾ അൺബൗണ്ടഡ് എന്ന് പറയും, ഇതിനെ നമ്മൾ ബൗണ്ടഡ് എന്ന് പറയും, ഇതിനെ നമ്മൾ അൺസ്റ്റേബിൾ എന്ന് പറയും, ഇതിനെ നമ്മൾ സ്റ്റേബിൾ എന്ന് പറയും. ബൗണ്ടഡ് സ്റ്റേബിൾ, അൺബൗണ്ടഡ് അൺസ്റ്റേബിൾ. അപ്പൊ ബൗണ്ടഡ് ആണെങ്കിൽ നെഗറ്റീവ് റിയൽ ആക്സിസിലായിരിക്കും, അൺബൗണ്ടഡ് ആണെങ്കിൽ എന്താണ്, ഒരു റൂട്ടെങ്കിലും പോസിറ്റീവ് റിയൽ ആക്സിൽ ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ മറ്റേ കോൺസെപ്റ്റിലും പറയാം, ഞാൻ രണ്ടും പറയുന്നതേ ഉള്ളൂ. ഇപ്പൊ ചിലപ്പോൾ ആ കോൺസെപ്റ്റ് കിട്ടിയെന്ന് വരില്ല. ഇപ്പൊ ഇവിടെ ഈ ഒരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റ് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പം 2 രീതിയിലും മനസ്സിലായോ? ഓക്കെ, ഏതാണ്? ഓപ്ഷൻ സി ആണോ? അതെ. ഓപ്ഷൻ സിയുടെ ആൻസർ 2 ഐഡന്റിക്കൽ റൂട്ട്സ് ഓൺ ദ നെഗറ്റീവ് റിയൽ ആക്സിസ്. അപ്പം ഡാമ്പിങ്ങിന്റെ കേസ് വെച്ച് മനസ്സിലായി അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അതായത് ഈ സിസ്റ്റം സ്റ്റേബിൾ ആണെന്നുള്ളതിൽ സംശയമുണ്ടോ? അതായത് ഒരു ഫൈനൈറ്റ് വാല്യൂയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റേബിൾ എന്ന് പറയും. നമ്മൾ പവർ സിസ്റ്റത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ, സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് ഒരു ഫൈനൈറ്റ് വാല്യൂ, അതായത് ഒരു ഫൈനൈറ്റ് വാല്യൂ ഇൻഫിനിറ്റിയിൽ പോകാൻ നിന്നാൽ അത് സ്റ്റേബിൾ ആണ്. അതായത് ഇതും റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ ഒന്നും ആലോചിക്കേണ്ട. ഒരു സിസ്റ്റം സ്റ്റേബിൾ ആണെങ്കിൽ അതിന്റെ റൂട്ട്സ് എല്ലാം നെഗറ്റീവ് റിയൽ ആക്സിസിലായിരിക്കും. അതൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നെക്സ്റ്റ് പോർഷൻ എടുക്കുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിക്കോളും. കാരണം നെക്സ്റ്റ് പോർഷൻ മൊത്തം ഇതാണ്. റൂട്ട് എവിടെ പോകുന്നു നോക്കിയാ, റൂട്ട് പോസിറ്റീവിലാണോ നെഗറ്റീവിലാണോ നോക്കി സ്റ്റെബിലിറ്റി പറയാം. ഈ മാർജിനൽ സ്റ്റെബിലിറ്റിയും അതെല്ലാം പറയുന്നതാണ് നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഓക്കെ. ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി എങ്ങനെയാണ്? ഓപ്ഷൻ ഡിയെ നിങ്ങളൊന്ന് റെപ്രസെന്റ് ചെയ്തേ. സി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് ടി ഒന്ന് പറഞ്ഞേ. വാട്ട് ഈസ് സി ഓഫ് ടി? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണേ. What is C of t? T u of t. T u of t. അപ്പം 1/, അപ്പൊ അതിന്റെ ലാപ്ലേസ് എങ്ങനെ വരും? ടിയുടെ ലാപ്ലേസ് എങ്ങനെ വരും? 1/s².
അപ്പൊ 1/s² എന്ന് പറഞ്ഞാൽ ഒറിജിനൽ s² = 0, 2 റൂട്ട് ഒറിജിനൽ അല്ലേ? s = 0 2 തവണ അല്ലേ? എസിന്റെ വാല്യൂ 2 തവണ 0-ലല്ലേ വരൂ. 1/s² എന്ന ഡിനോമിനേറ്ററിൽ വന്നാൽ s² എവിടെ വരും? ഒറിജിനൽ അല്ലേ? അതെ, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമ്മള് ഡാമ്പിങ്ങിന്റെ കേസിൽ ഒറിജിനൽ എപ്പോഴാണ് റൂട്ട് വരുന്നതെന്ന് പഠിച്ചത്? ഡാമ്പിങ് വെച്ച് നമ്മൾ റൂട്ട് ഒറിജിനൽ വരുന്നതായിട്ട് ഡാമ്പിങ്ങിന്റെ കേസിൽ റൂട്ട് ഒറിജിനൽ വരുന്നുണ്ടോ? ഇല്ല, വരുന്നില്ല. ഇല്ല, വരുന്നില്ല. യെസ്, വരുന്നില്ല. റിയൽ ആൻഡ് അൺഈക്വൽ, റിയൽ ആൻഡ് ഈക്വൽ, കോംപ്ലക്സ് ആൻഡ് കോൺജുഗേറ്റ്. റിയൽ ആൻഡ് ഈക്വൽ ക്രിട്ടിക്കലിൽ വരുന്നുണ്ട്, പക്ഷെ അത് ഒറിജിനൽ അല്ല. ഓക്കെ, ഓക്കെ, ഫൈൻ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിലും എനിക്ക് കുറച്ചൊരു 10-12 പ്രോബ്ലംസ് കൂടെ ചെയ്യിക്കാനോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇതിൽ കുറച്ച് കോൺസെപ്റ്റ് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ സെറ്റിലിംഗ് ടൈം. അപ്പൊ ഈ ഓവർഷൂട്ടും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ എടുക്കാം. നിങ്ങൾ നോട്ട്സ് പോലെ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് തന്നെ തരാം. അങ്ങനെ നമുക്ക് ട്രാൻസിയൻ എന്താണ് ടൈം റെസ്പോൺസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ. എനിക്ക് എന്നോട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ ഡെറിവേഷൻ ഒരാൾ ഇങ്ങനെ ഡൗട്ട് ചോദിച്ചിരുന്നു. ഓക്കെ, അത് ഞാൻ ടെക്സ്റ്റിൽ നിന്ന് പെർട്ടിക്കുലർ പേജ് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു തന്നേക്കാം. ഓക്കെ, അതിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ, ഫൈൻ. താങ്ക് യു. Thank you, sir.